നമസ്കാരം, ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് സമയം തെളിയുക? ഈ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ മാറി സൗഭാഗ്യം എപ്പോഴാണ് വന്നു ചേരുക? കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നേ മതിയാകൂ. അതിനായി അലയുന്നവരാണ് ഓരോ മനുഷ്യരും. അതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് നാളത്തെ ദിവസം ആകാശത്ത് ഗജകേസരി യോഗത്തിൻ്റെ സമാനമായ, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒരു ധനകീർത്തി യോഗം എന്ന രീതിയിൽ രൂപം കൊള്ളാനായി പോകുന്നത്. ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ചില ദൃഷ്ടിവിശേഷങ്ങളും കൂടാതെ നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥവും നോക്കുമ്പോൾ നാളെ ഉദിച്ചുയരുന്ന വെറുമൊരു സൂര്യനെ അല്ല നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നാളത്തെ ദിവസം ദാരിദ്ര്യ ദുഃഖങ്ങളെ കരിച്ചു കളയുന്ന സൗഭാഗ്യ ഉദയ സൂര്യനാണ് നാളത്തെ ദിവസം ആകാശത്ത് തെളിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നാളത്തെ പ്രത്യേകതയെന്ന്. നമുക്ക് അല്പം ഗൗരവമായി തന്നെ ഈ വിഷയത്തെ ഒന്ന് പരിശോധിക്കാം. അതായത് ഗോചര ഫലപ്രകാരം ചന്ദ്രൻ നാളെ സഞ്ചരിക്കുന്നത് വളരെ ശക്തമായ ഒരു ഭാവത്തിലൂടെയാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന, അതല്ലെങ്കിൽ ഗുരുപ്രീതി ലഭിക്കുന്ന ഒരു സമയം, ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും നാളെ. ജ്യോതിഷത്തിൽ ഇതിനെ നമ്മൾ അഖണ്ഡ സാമ്രാജ്യ യോഗമെന്നോ അതല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ പേര് എന്തു തന്നെ ആയാലും ഫലം ഒന്നേ ഉള്ളൂ, അതായത് അഭിവൃദ്ധിയാണ് നാളത്തെ ദിവസം ലഭിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും തടസ്സങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോകുന്ന സമയമാണ്. കുറച്ച് നക്ഷത്രക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന സമയം തെളിയുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾക്ക് അല്ലെങ്കിൽ കടബാധ്യതകൾ ഇതുകൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾക്ക് നാളെ ലഭിക്കാൻ പോകുന്നത് ഒരു മോചന ഫലമാണ്. അതായത് മോചനം വന്നു ചേരുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് നാളെയെന്ന് സാരം. ഈ യോഗം എല്ലാവരിലേക്കും വലിയ ഗുണമായി വന്നു ചേരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് 3 രാശികളിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ ഗുണഫലം നാളത്തെ ദിവസം ലഭിക്കുവാനായി പോകുന്നത്. അപ്പോൾ ആരാണ് ആ ഭാഗ്യവാന്മാർ? അവർ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ രാശി മേടൻ രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ്. മേടൻ രാശിക്കാർക്ക് നാളെ ഒരു വിജയക്കൊടി, ജീവിതത്തിൽ വിജയം വന്നു ചേരുന്ന അല്ലെങ്കിൽ വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാവിധ മാന്ദ്യങ്ങളും ബുദ്ധിമുട്ടുകളും മന്ദതയും മാറുന്ന ഒരു സുദിനമാണ് നാളെ. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ ശുഭകരമായ ധാരാളം വാർത്തകൾ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. അപ്പോൾ വിദേശത്തു നിന്നോ അതല്ലെങ്കിൽ സ്വദേശവുമായി ബന്ധപ്പെട്ടോ ഒരു ധനസഹായം നിങ്ങൾക്ക് നാളത്തെ ദിവസം, അതായത് ഈ 3 നക്ഷത്രക്കാരിൽ ഇനി ഓരോന്നോരോന്നായി നമ്മൾ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഫലമായി നാളെ പറയാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നതായ ഒരു പ്രോജക്റ്റിനോ അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ അംഗീകാരം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരം നാളെ വന്നു ചേരുന്നതാണ്. ഇനി ഭരണി നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് ജയം കാണാനായി നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. അകാരണമായി നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന, നിങ്ങളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ആ ഒരു ശത്രു നാളെ നിങ്ങളുടെ മുന്നിൽ തല കുനിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുങ്ങി വരുന്നതാണ്. സാമ്പത്തികമായും വലിയൊരു നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവർക്കും ഭരണി നക്ഷത്രക്കാരായ നിങ്ങൾ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നാളെ അനുകൂലമായ ഫലം വന്ന് ചേരുന്ന ദിവസമാണ്. ഇനി കാർത്തിക നക്ഷത്രത്തിന് കാർത്തിക നക്ഷത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന ദിവസമാണ് നാളെ. കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഐശ്വര്യം, സമാധാനം ഇതൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തുടങ്ങി വയ്ക്കുന്ന ഏതു കാര്യവും ദീർഘനാളത്തേക്ക് ഗുണകരമായി നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു യോഗം കൂടി നാളത്തെ ദിവസ ശുഭകരമായ ഫലത്തിൻ്റെ പ്രതീകമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ നാളെ അശ്വതി നക്ഷത്രക്കാർ അടുത്തുള്ള സ്ഥലദൈവം, അതായത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു കറുകമാല ചാർത്തുന്നതോ അതല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചന നടത്തുന്നതോ വളരെയധികം അത്യുത്തമമാണ്. തൊഴിലിൽ ഒരു മന്ദീഭവിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ മാറുന്നതിന് ഈ വഴിപാട് ഒരുപാട് ഗുണം ചെയ്യും.
ഇനി ഭരണി നക്ഷത്രക്കാർ ശുക്രൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേവീ കടാക്ഷം അനിവാര്യമാണ്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കാവുന്നതാണ്. അതിലേക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് ഒരു മാല നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടി ഭഗവാന് ചാർത്തുന്നതും ശത്രുദോഷമൊക്കെ മാറി നിങ്ങളുടെ വഴി തെളിഞ്ഞു കിട്ടുന്നതിന് സഹായിക്കും. ഈ കാർത്തിക സൂര്യൻ്റെ നക്ഷത്രമാണ്. ശിവപ്രീതിയാണ് അതുകൊണ്ട് മുഖ്യമായിട്ട് വരുന്നത്. നിങ്ങളടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ജലധാരയ അല്ലെങ്കിൽ കൂവളമാല ബില്ലുപത്രം സമർപ്പിക്കുന്നത് നല്ലതാണ്. മനസ്സിൻ്റെ അശാന്തിയൊക്കെ മാറി മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും വന്നു ചേരുന്നതിന് ഇതുവഴി സാധ്യമാകും. പൊതുവേ നാളത്തെ ദിവസം വളരെ ശുഭകരമാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് വഴി ഇരട്ടി ഫലവും നേട്ടവും നിങ്ങളിലേക്ക് വന്നെത്തും. ഇനി രണ്ടാമതായി ഈ യോഗത്തിൻ്റെ പരമാവധി ഗുണം നാളത്തെ ദിവസം അനുഭവത്തിൽ വരുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക്, അതായത് മകം നക്ഷത്രത്തിന് നാളെ പിതൃപുണ്യത്തിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. പിതൃക്കളുടെ പൂർവികരുടെ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ അനുഗ്രഹമായി വരുന്നത് എന്താണ്? സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീർപ്പൊക്കെ ആകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും നാളെ അനുകൂലമായ ഉത്തരവുകളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അതായത് ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഇനി പൂരം നക്ഷത്രത്തിന് നാളെ ധനുവർഷം തന്നെയാണ്. ധാരാളം ധനം കയ്യിലേക്ക് വന്നു ചേരും. പണം ധാരാളമായി വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ലാഭം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ദിവസമാണ്. ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നാളെ ചില അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. നാളെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. പിന്നീടുള്ള സമയങ്ങളിൽ പോലും നിങ്ങൾക്കത് ഓർത്ത് വളരെ സന്തോഷിക്കാനും അതിൻ്റേതായ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടി നാളത്തെ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും ഉണ്ടാകും. മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചില ഉത്കണ്ഠകളുണ്ട്, അതൊക്കെ മാറി ആ ഒരു സമാധാനം കൂടി നിങ്ങൾക്ക് വന്നു ചേരും ഉത്രം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അപ്പോൾ നാളെ മകം നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറുന്നതിന് ഇത് സഹായിക്കും. ഇനി പൂരം നക്ഷത്രം, നിങ്ങൾ ലക്ഷ്മി നാരായണ യോഗം ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസവും സമയമൊക്കെയാണ് പൂരം നക്ഷത്രത്തിന്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പാൽപായസ വഴിപാട് നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഫലം ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി ഉത്രം നക്ഷത്രം ശിവനെ ഭജിക്കേണ്ടത്, ഭഗവാൻ മഹാദേവനെ ഭജിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ധർമ്മശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ഭജിക്കേണ്ടതും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന, അതായത് എള്ളുതിരി കത്തിക്കുന്നത്, ശിവഭഗവാന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ഏറ്റവും ശക്തമായ ഈ യോഗഫലം ലഭിക്കുന്ന അടുത്ത രാശി ധനുരാശിയാണ്. മൂലം, പൂരാട, ഉത്രാടം വരുന്ന നക്ഷത്രക്കാർക്ക്, മൂലം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് വളരെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നു ചേരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിലെടുത്തു പറയേണ്ടത് കടങ്ങൾ വീട്ടാനുള്ള വഴി തെളിയും എന്നതാണ്. വാഹനം വാങ്ങാനോ അതല്ലെങ്കിൽ വീട് പണിയാനോ ഉള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതിനൊക്കെയുള്ള ആദ്യ പടിയായി നാളെ ചില തുടക്കങ്ങൾ നടത്താനായി നിങ്ങൾക്ക് സാധിക്കും. ഇനി പൂരാടം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷം വന്നെത്തുന്ന ദിവസമായിരിക്കും നാളെ. പിണങ്ങിയിരുന്നവരൊക്കെ ഇണങ്ങുകയും അതേപോലെ പ്രണയിക്കുന്നവർക്കും വളരെയേറെ അനുകൂലമായ ഒരു സമയവും ദിവസവുമായിരിക്കും. സാമ്പത്തികമായും വലിയൊരു കുതിച്ചുചാട്ടം നാളത്തെ ദിവസം പൂരാടം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റമോ അതേപോലെ ശമ്പള വർധനവിനുള്ള സാധ്യതയും യോഗവും കാണുന്നുണ്ട്. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുവാനും സമൂഹത്തിന് മാന്യതയും ആദരവും നിങ്ങളിലേക്ക് വന്നെത്തുന്നതിനുമുള്ള യോഗവും നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട്, നമുക്ക് ഈ ഒരു വഴിപാടൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും വളരെ അത്യന്താപേക്ഷിതമാണെന്നത് വീണ്ടും ഓർപ്പിക്കുകയാണ്. അപ്പോൾ മൂലം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല നാളത്തെ ദിവസം സമർപ്പിക്കുന്നത് സർവ്വദോഷങ്ങളും നീങ്ങി ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നതിനും നാളത്തെ ദിവസം വളരെ ഫലപ്രാപ്തി നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് സഹായിക്കും. ഇനി അടുത്തത് പൂരാടം നക്ഷത്രത്തിന്
ശുക്രൻ്റെ അധീനതയിലുള്ള നക്ഷത്രമായതിനാൽ തന്നെ ഐശ്വര്യത്തിനായി ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നാളത്തെ ദിവസം കഴിവതും നടത്താൻ സാധിച്ചാൽ അത് വളരെയേറെ ഉത്തമമാണ്. ഒരു പറ്റുമെങ്കിൽ ഒരു താമരപ്പൂ കൂടി ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സകലവിധ സാമ്പത്തിക തടസ്സങ്ങളും മാറുന്നതിന് അതുവഴി തന്നെ സാധ്യമാകും. ഇനി ഉത്രാടം നക്ഷത്രം ശിവപ്രീതിയും അതേപോലെ വിഷ്ണുപ്രീതിയും വരുത്തേണ്ട നാളത്തെ ദിവസം അത്യാവശ്യമാണ്. രാവിലെ തന്നെ കഴിയുമെങ്കിൽ അടുത്ത ശിവക്ഷേത്രവും അതേപോലെ വിഷ്ണു ക്ഷേത്രവും ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുഞ്ജയ അർച്ചനയോ വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യമോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ അവിടെ ചെല്ലുമ്പോൾ, ആ നടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യം നടത്തണമെന്ന് തോന്നുന്നു അത് മനസ്സിനനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് നടത്താവുന്നതാണ്. ആരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതിന് ഇതുവഴിയൊക്കെ സഹായകമാകുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, വലിയ പണം മുടക്കിയുള്ള വഴിപാടുകളിനേക്കാൾ ഭഗവാന് പ്രിയം നമ്മുടെ ഭക്തിയാണ്. അത് ഏവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ ക്ഷേത്ര നടയിൽ പോയി നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും.